എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് ലോകചരിത്രത്തിൻ്റെ താളുകൾ മറിച്ചു നോക്കിയാൽ മനുഷ്യരാശിയുടെ മുഴുവൻ കഥയെയും രണ്ടായി പകുത്ത ഒരു മഹത്വകരമായ ജീവിതം നമുക്ക് കാണാൻ കഴിയും. അത് നസ്രത്തിലെ യേശുക്രിസ്തുവിൻ്റെ ജീവിതമാണ്. BC എന്നും AD എന്നും നമ്മുടെ സമയം വിഭജിക്കപ്പെട്ടത് തന്നെ ആ മഹാത്ഭുതത്തെ കേന്ദ്രീകരിച്ചാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ യേശു വെറുമൊരു മതഗ്രന്ഥത്തിലെ വീരനായകനായിരുന്നോ? ഒരു ഐതിഹ്യമോ കെട്ടുകഥയോ മാത്രമായിരുന്നോ? ഒരിക്കലുമല്ല. നിങ്ങളുടെ ഹൃദയത്തിൽ ഞാൻ ഇന്നൊരു അഗ്നി പകരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ചരിത്രത്തിൻ്റെ നിഷേധിക്കാനാവാത്ത സത്യവും നമ്മുടെ നിത്യരക്ഷയ്ക്കായി വന്ന ഏക ദൈവവുമാണ്. ഈ സത്യത്തെ നമുക്ക് 3 ശക്തമായ തൂണുകളിൽ ഉറപ്പിക്കാം. ഒന്നാമതായി, യേശുവിൻ്റെ ചരിത്രപരമായ അസ്തിത്വം. അവിശ്വാസികളുടെ രേഖകൾ പോലും കർത്താവിൻ്റെ സത്യം വിളിച്ചു പറയുന്നു. യഹൂദ ചരിത്രകാരനായിരുന്ന ഫ്ലേവിയസ് യോസെഫസ് തൻ്റെ ഗ്രന്ഥത്തിൽ യേശു ഒരു ജ്ഞാനിയായ മനുഷ്യനായിരുന്നുവെന്നും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുവെന്നും സാക്ഷ്യപ്പെടുത്തുന്നു. ഏറ്റവും പ്രധാനമായി, റോമൻ പ്രീഫെക്റ്റായ പെന്തിയോസ് പിലാത്തോസിൻ്റെ കൽപ്പന പ്രകാരം യേശു ക്രൂശിക്കപ്പെട്ടു എന്നും എന്നാൽ ശിഷ്യന്മാർ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റതായി വിശ്വസിച്ചു എന്നും അദ്ദേഹം രേഖപ്പെടുത്തി. റോമ സാമ്രാജ്യത്തിലെ ഏറ്റവും വലിയ ചരിത്രകാരനായ കൊർണേലിയസ് ടാസിറ്റസ് റോമൻ രേഖകളെ അടിസ്ഥാനമാക്കി ക്രിസ്ത്യാനികൾ എന്ന പേര് വന്നത് ക്രൈസ്റ്റസ് എന്ന വ്യക്തിയിൽ നിന്നാണെന്നും അദ്ദേഹം പീലാത്തോസിന്റെ കീഴിൽ വധിക്കപ്പെട്ടു എന്നും ഉറപ്പിച്ചു പറയുന്നു. ദൈവമക്കളെ, അവിടുത്തെ ശത്രുക്കൾ പോലും അവിടുത്തെ ക്രൂശീകരണം ഒരു യാഥാർത്ഥ്യമായിരുന്നുവെന്ന് തെളിയിക്കുന്നു. അതുകൂടാതെ റോമൻ ഗവർണറായിരുന്ന പ്ലിനി ദി യങ്ങർ എഴുതിയ കത്തുകൾ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ ഒരു ദൈവത്തെപ്പോലെ സ്തുതിച്ചിരുന്നുവെന്ന് സ്ഥാപിക്കുന്നു. ഈ തെളിവുകളെല്ലാം നമ്മോട് വിളിച്ചു പറയുന്നത് ഇതാണ്: യേശു ഒരു കെട്ടുകഥയല്ല, ചരിത്രം സാക്ഷ്യപ്പെടുത്തിയ ദൈവമാണ്. രണ്ടാമതായി, യേശുവിൻ്റെ ദൈവിക ദൗത്യം പ്രവചനങ്ങളിലെ കൃത്യതയാണ് എന്നുള്ളതാണ്. അവിടുന്ന് വെറുമൊരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ തൻ്റെ ജനനസ്ഥലം തീരുമാനിക്കാൻ കഴിയുമായിരുന്നു? ഇല്ല. എന്നാൽ യേശുവിന് കഴിഞ്ഞു, കാരണം അവിടുന്ന് ദൈവമായിരുന്നു. മീഖാ പ്രവാചകന്റെ പുസ്തകം 5:2 നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവചിച്ചതുപോലെ യേശു കൃത്യമായി ബെത്ലഹേമിൽ ജനിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 7:14 പ്രവചിക്കപ്പെട്ടതുപോലെ കന്യകയിൽ നിന്നുള്ള അത്ഭുത ജനനം സംഭവിച്ചു. അവിടുത്തെ പീഡനങ്ങളോ സെഖറിയാവിന്റെ പുസ്തകം 11:12 പറഞ്ഞതുപോലെ വെള്ളി നാണയത്തിന് ഒറ്റിക്കൊടുക്കപ്പെട്ടു. സങ്കീർത്തനം 22:18 നിവൃത്തിയായതുപോലെ അവിടുത്തെ വസ്ത്രങ്ങൾക്കായി ചിട്ടിയിട്ടു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 പ്രവചിച്ചതുപോലെ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവന് മുറിവേറ്റു. പ്രിയമുള്ളവരെ, 300-ലധികം ദൈവവചന പ്രവചനങ്ങൾ ഇത്ര കൃത്യമായി ഒരു വ്യക്തിയിൽ ഒത്തുചേരാനുള്ള സാധ്യത ഗണിതശാസ്ത്രപരമായി പൂജ്യമാണ്. ഈ കൃത്യത നമ്മോട് വിളിച്ചു പറയുന്നു, യേശുവിൻ്റെ ജീവിതം ഒരു യാദൃച്ഛികതയായിരുന്നില്ല, പിന്നെയോ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്താൽ എഴുതപ്പെട്ട നിത്യ പദ്ധതിയുടെ അക്ഷരീയ നിവൃത്തിയായിരുന്നു. അവിടുന്ന് വെറുമൊരു പ്രവാചകനല്ല, പ്രവചനങ്ങൾ നിവൃത്തിയാക്കിയ ദൈവപുത്രനാണ്. അവസാനമായി, യേശു ക്രിസ്തു നമ്മുടെ ഏക രക്ഷകനാണ്. എന്തുകൊണ്ടാണ് യേശു മാത്രം? കാരണം അവിടുന്ന് സത്യദൈവമാണ് എന്നതിനാലാണ്. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല എന്ന് യോഹന്നാന്റെ സുവിശേഷം 14:6 നമുക്കിത് കാണാൻ കഴിയും. വഴി കാട്ടുകയല്ല, വഴി തന്നെ അവിടുന്നായി മാറുകയാണ് ചെയ്യുന്നത്. ഞാനും പിതാവും ഒന്നാകുന്നുവെന്ന യോഹന്നാന്റെ സുവിശേഷം 10-30 തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, നാം എല്ലാവരും പാപം ചെയ്തവരാണ്. റോമ 3:21 പാപത്തിന്റെ ശമ്പളം മരണമാണ് എന്ന് വ്യക്തമാക്കുന്നു. റോമ 6:23 ഈ മരണത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ പാപമില്ലാത്ത ഒരു ബലി ആവശ്യമായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ആ ബലി പാപമറിയാത്ത യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ പൂർത്തിയാക്കി.
എന്നാൽ യേശു അവിടെ അവസാനിച്ചില്ല. അവിടുന്ന് മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഉറപ്പ്. ഉയർത്തെഴുന്നേറ്റവന് മാത്രമേ നമ്മെ നിത്യമരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് നിത്യജീവൻ അവകാശികളാക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് ശക്തമായി വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്ന് അപ്പോസ്തല പ്രവർത്തനം 4:12 നമുക്ക് കാണാൻ കഴിയും. യേശു ചരിത്ര സത്യമാണ്. യേശു ദൈവപുത്രനാണ്. യേശു മാത്രമാണ് നമ്മെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചിപ്പിക്കുവാൻ കഴിയുന്ന ഏകരക്ഷകൻ. ഈ സത്യം വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നിങ്ങളുടെ ഹൃദയം യേശുവിനായി തുറക്കുക. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ നിങ്ങളുടെ ഏകരക്ഷകനും കർത്താവുമായി അംഗീകരിക്കുക. നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും. ഹൃദയം തുറന്നേറ്റു പറയുക, കർത്താവായ യേശുവേ, അവിടുന്ന് എൻ്റെ ഏകരക്ഷകനും സത്യദൈവവുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റതിന് നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കാം. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുതകരമായ രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.